ഹായ് ഹലോ നമസ്തേ. റിവൻ കപ്പിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ നമ്മുടെ റൂമിൽ നിന്ന് ഫ്രഷപ്പായി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2 വീലർ ഫാസിൻ്റെ വണ്ടിയാണ് ഞങ്ങൾ റെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി ഇറങ്ങി. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്വാഡ ഫോർട്ടും ഒരു ലൈറ്റ് ഹൗസും കൂടെ ഉള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ₹25 വിസിറ്റേഴ്സ് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഗൂഗിൾ പേ വർക്കിംഗ് അല്ല, ക്യാഷായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. എല്ലാത്തിനും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എത്ര വയസ്സുള്ള കുട്ടികൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ലൈറ്റ് ഹൗസ്. ഒരുപാട് പ്രൈസൊന്നുമില്ല, ചെറിയൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ഥലങ്ങൾ കാണാൻ വന്നതല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് കാണണമല്ലോ. അപ്പോൾ ഈ അഗ്വാഡ ഫോർട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് 2 വീലറിന് ₹50 പാർക്കിംഗ് ഫീസ്, പേ പാർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ പൈസ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് ₹25 എൻട്രി ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നമുക്ക് ചെറിയ ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അധികം വെയിലായിക്കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ വെയിൽ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ എന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ അഗ്വാഡ ഫോർട്ട് കാണാൻ പോകും കേട്ടോ. അപ്പോൾ നമുക്കിനി ലൈറ്റ് ഹൗസ് കാണാൻ പോകും കേട്ടോ. വലിയ ഹൈറ്റ് ഉള്ളതൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി മണ്ടയിൽ കയറാൻ പറ്റുമോ നമുക്ക് നോക്കാമേ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലത്തെ വ്യൂ എന്ന് പറയുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കാം. കയറി വരുന്നത് കുറച്ച് റിസ്ക്കാണ്, കുറച്ച് സ്റ്റെപ്പ് കയറണം. അത് പോരാത്തതിന് ഒരു ഇരുമ്പ് ലാഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കയറുന്നതാണ് ഏറ്റവും ടാസ്ക്. അത് കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അഗ്വാഡ ഫോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അഗ്വാഡ ലൈറ്റ് ഹൗസിലൊക്കെ വരുന്നത്. ഇവിടെ വരുന്നവർ അഗ്വാഡ ഫോർട്ട് മാത്രം കണ്ടിട്ട് പോകരുത്, തൊട്ടടുത്തുള്ള ഈ ലൈറ്റ് ഹൗസ് കൂടി മസ്റ്റായിട്ട് വന്ന് കാണണം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് ഇറങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. അതായത് അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഒരു ലാഡർ ഇരുമ്പ് ഏണി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വഴിയാണ് കയറാനുള്ളത്. അതായിരുന്നു കുറച്ച് ടഫ്. അത് കയറാനും അതിനേക്കാൾ പാട് ഇറങ്ങാൻ ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണേ. പേടിയുള്ളവർ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇതാ നല്ല നേരത്തെ വന്ന ക്ലൈമറ്റ് മാറി, ആ വെയിൽ മാറി, മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അതിന് 2-3 ദിവസത്തേക്ക് നമ്മുടെ കേരളത്തിൽ അതേ കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ ഗോവയിലും മഴയാണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വലിയ മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി സ്ഥലങ്ങൾ കാണണം. തൊട്ടടുത്ത് അഗ്വാഡ ഫോർട്ടുണ്ട്. ആ ഫോർട്ടും കൂടി ഒന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഒരു ഷോ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവമാണ് സീറ്റ് ഇറങ്ങുന്നതിൻ്റെ കണ്ടല്ലേ. അതെനിക്ക് തോന്നുന്നു വൈകിട്ട് ആയിരിക്കണം ആ ഷോ തുടങ്ങുന്നത്. സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് പിറകിലായിട്ട് കാണുന്ന ഇതാണ് കേട്ടോ അഗ്വാഡ ഫോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലൈമറ്റ് ചെറിയ മഴ പെയ്ത് നിന്ന ഒരു സമയമാണ്, ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ഇവിടെ നിന്നൊരു റെയിൻകോട്ട് ₹100 റെയിൻകോട്ട്, നമ്മളവിടെ കിട്ടുന്ന ക്വാളിറ്റി അല്ല കേട്ടോ, വളരെ വേസ്റ്റ് ക്വാളിറ്റിയാണ്. പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള റെയിൻകോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും യാത്ര ചെയ്യണമല്ലോ, അങ്ങനെ കരുതി ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും റെയിൻകോട്ടും എല്ലാം ഇട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഈ റെയിൻകോട്ട് മൺസൂൺ സീസൺ ആയതുകൊണ്ട് അത് വെക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട് കുറേ. പിന്നെ ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് പോർച്ചുഗീസൊക്കെ അവരുടെ കാലത്ത് കെട്ടിയ കോട്ടയും ലൈറ്റ് ഹൗസൊക്കെയാണ് കേട്ടോ.
അപ്പോൾ ഗോവയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് സീയിങ് പ്ലേസുകളിൽ ഒന്നാണ് നമ്മുടെ അഗ്വാഡ ഫോർട്ട് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് പണ്ടത്തെ ആ ഒരു കോട്ട കാര്യങ്ങളൊക്കെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ വന്ന് കണ്ടിട്ട് പോകാവുന്നതാണ്. കുറേ സ്ഥലത്ത് റെസ്ട്രിക്റ്റഡ് സ്ഥലങ്ങളുണ്ട്. അവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അവർ പൂട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ മേളൊക്കെ കയറി നിൽക്കുന്നില്ലേ, വെട്ടുകല്ല് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വെട്ടുകല്ലിലാണ് കേട്ടോ ഈ കോട്ട മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ തനിമ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ പലർക്കൊക്കെ തോന്നിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ യാത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും മഴയാണ് ചെറിയൊരു രസം കൊള്ളിയായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി പിടിക്കണം, അത് അങ്ങോട്ട് പോകണം. ഇന്നത്തെ ദിവസം 2-3 സ്ഥലങ്ങളും കവർ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മഴ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. മഴ സഹായിക്കോ മഴ ലോയ്ക്കോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ എന്തായാലും മഴ തോന്നിയിട്ടുണ്ട്. ചെറിയൊരു കാറ്റ് മാത്രമേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും റീൽസ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും. അഗ്വാഡ ഫോർട്ടിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് അഞ്ജുന ബീച്ചിലാണ് കേട്ടോ. ഇവിടെയും അതിമനോഹരമായ ഒരു ബീച്ച് തന്നെയാണ്. പക്ഷേ മഴ ഞങ്ങൾ ചതിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനോ കാണാനോ പറ്റിയില്ല. കുറച്ച് നേരം ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അഞ്ജുന ബീച്ചിൽ നിന്ന് നേരെ പോയത് ചപ്പോറ ഫോർട്ട് കാണാനാണ് കേട്ടോ. നമ്മുടെ ബോളിവുഡ് കിങ് ആമിർ ഖാൻ്റെ ദിൽ ചാഹത്താ ഹൈ സിനിമ എവർഗ്രീൻ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ ചപ്പോറ ഫോർട്ട്. അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ സ്ഥലത്തൊക്കെ ലിമിറ്റേഷനുണ്ട്. പക്ഷേ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഫോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. പണ്ടത്തെ എത്രയോ വർഷം മുൻപ് പണിത ഒരു ഫോർട്ടാണ്. അതേപോലെ തന്നെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഈ കോട്ടയുടെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ദൂരെ നമുക്ക് ബീച്ചും മലനിരകളും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗൈഡോ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രിക്കാനോ അങ്ങനെ ആരും തന്നെയല്ല. ഇവിടെ വരുന്നവിടെ തോന്നിയ ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇവിടുത്തെ രീതി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. നമ്മുടെ ചപ്പോറ ഫോർട്ടിലെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. മേളിൽ കാണാം കോട്ട ആ ഒരു സ്ഥലങ്ങളൊക്കെ. അതല്ലാതെ കുറച്ച് പേര് മാത്രം പോകുന്ന ഒരു സ്ഥലമാണേ. അപ്പോൾ എന്താണ് അവിടെ പ്രത്യേകത എന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ ആൾക്കാർ നമ്മുടെ കോട്ടയിൽ മാത്രം നിൽക്കും. ഇങ്ങോട്ട് കുറച്ച് പേര് പോകത്തുള്ളൂ. കുറച്ച് നടക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ കാണിച്ചു തരാം വഴി. കണ്ടില്ലേ, ഇങ്ങനെയുള്ള വഴി കൂടെ വേണം നമ്മൾ ആ ഒരു ഹിഡൻ സ്പോട്ടിലോട്ട് പോകാനുള്ളതേ. അത്ര നല്ല വഴിയൊന്നുമല്ല, ശ്രദ്ധിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ വീഴും. നമ്മുടെ ഡേ 2 ആണ്. നമ്മുടെ ഗോവയിൽ വന്നിട്ടുള്ളതിൻ്റെ 2ാം ദിവസമാണ്. ഇപ്പം മണി ഏകദേശം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ സ്പോട്ടായിരിക്കും സൈറ്റ് സീയിങ്ങിൽ. ഇത് കഴിഞ്ഞാൽ ഇനി നൈറ്റ് ലൈഫ് കണ്ട് ആസ്വദിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബീച്ചും കൂടി നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടായിരിക്കും ഇന്നത്തെ നൈറ്റ് ലൈഫ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കാം. ഇന്നലെ ബാഗയിലായിരുന്നു, ഇന്ന് മിക്കവാറും ബാഗയിലായിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും കേട്ടോ. താഴെ ഒരു ബീച്ച് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ആരും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആരും ഇറങ്ങുന്ന ഒരു സ്ഥലം അല്ലെന്നാണ് തോന്നുന്നത്. ഡേഞ്ചറായ ഏരിയ ആണെന്ന് കേട്ടോ. കൂടുതൽ ആൾക്കാരും ഈ ഭാഗത്തേക്ക് നിന്നിട്ടാണ് നമ്മൾ ഇവിടുത്തെ വ്യൂ കാണുന്നത്. നല്ലൊരു വ്യൂ ഉണ്ട് കണ്ടോ.
ഇതാണ് ഗോവയിലെ വാഗാത്താർ ബീച്ച് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞത്, ഇതിന് മുമ്പ് വന്നിട്ടപ്പോഴൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ ഗോവ ട്രിപ്പിലെ. പുതിയ 2-3 സ്ഥലങ്ങളിൽ വരാൻ പറ്റിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അവിടെ ലൈഫ് ഗാർഡുമാരും അവരെല്ലാം കാണുന്നുണ്ട്, കാരണം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടേ. കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ഗാർഡുകാർ അവരൊക്കെ ഉണ്ട്. പിന്നെ ഡേഞ്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. അത്യാവശ്യം ഇവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബീച്ചിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു അവസരമുണ്ട് കേട്ടോ. കുറേ പേര് കുളിച്ച് രസിക്കുന്നുണ്ട്, കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും. ഞങ്ങളെന്തായാലും കടലിൽ ഇറങ്ങുന്നില്ല, ബീച്ചിൽ ഇവിടെ നിൽക്കുന്നേ മാത്രമേ ഉള്ളൂ. ഞാനും അരുൺചേട്ടനും മാത്രമേ ഉള്ളൂ. ബാക്കി 3 പേരും റൂമിൽ പോയി. നമ്മുടെ ചപ്പൂറ ഫോർട്ടിൽ നിന്ന് അവർ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ടല്ലോ ഇനി. അപ്പോൾ ഇവിടേക്ക് അടുത്താണ്, നമ്മൾ ചപ്പൂറ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു 1 കിലോമീറ്റർ ദൂരത്തിലേ ഉള്ളൂ ഈ വാഗാത്താർ ബീച്ച് എന്ന് പറയുന്നത്. വൈകിട്ട് നല്ലൊരു ആംബിയൻസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്, തൊട്ടടുത്തല്ലേ, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാണാമെന്ന് കരുതിയത്. അപ്പോൾ കണ്ടിട്ട് ഇനി അടുത്ത ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, ഇല്ലെങ്കിൽ റൂമിലോട്ട് പോകും. എന്തായാലും കൊള്ളാം, വാഗാത്താർ ബീച്ച് നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. വലിയൊരു ക്രൗഡോ അങ്ങനെയൊന്നുമില്ല, തിരക്ക് കുറഞ്ഞ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗോവ യാത്രയിലെ 2ാമത്തെ ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടെ ഞാൻ ഈ വീഡിയോ കൂടി അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.